Hello Titans fam, welcome back to Titans TV. Today we have Nitish MD with us. We meet again, Nitish. I did tell you we are going to meet very soon. And we have Ahmad Imran with us. Nitish, you're the player of the match today. You were able to contribute even after the rain and all that. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? What was the conversation within the team? Rain വന്നിട്ട് ഡിലേ ആയപ്പോൾ അത് അല്ല, തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ ടീമിനുള്ളിലാണെങ്കിൽ തന്നെ ആ ടാർഗറ്റിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. പിന്നെ റെയിനിൻ്റെ ഒരു ഡിലേ വന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മാച്ച് എന്തായാലും നടക്കും, അപ്പോൾ തീർച്ചയായും ചെറിയ ഓവറാക്കി ചുരുക്കും. അപ്പോൾ തീർച്ചയായും നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഓവർ ചുരുക്കിയാലും നമ്മൾ ലാസ്റ്റ് ഓവർ വരെ കളി പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും. ഓക്കെ, വിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഐ സോ യു സ്റ്റാൻഡിങ് അലോൺ ആൻഡ് ഐ തിങ്ക് മേ ബി താങ്കിങ് ഗോഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അത് എന്താണ് എപ്പോഴും പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണോ, എന്താണത്? അല്ല, ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണല്ലോ. കാരണം നമ്മൾ ഓരോ വിക്ടറിയും അല്ലെങ്കിൽ ഓരോ പെർഫോമൻസും അല്ലെങ്കിൽ ഓരോ ബോളർ ചെയ്യുന്നതും എല്ലാം ദൈവാനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്താ പറയുക, അത് എൻ്റെ ഒരു റുട്ടീനാണ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. വി ജസ്റ്റ് വാണ്ടഡ് ടു നോ. അത് നമുക്ക് ഓഡിയൻസിനും കൂടി അറിയാമെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു നോ ആ പ്ലേയേഴ്സ് വെൽ, റൈറ്റ്? Imran, tough luck, but we are very, very, very happy for you. You've been consistent for the team. You've played well today and all of the other matches as well. How are you feeling? സന്തോഷമുണ്ട്. ടീം ജയിച്ചതിൽ അതിലുപരി അതിനെക്കാട്ടി സന്തോഷമാണ്. Yeah, you've always been a team man. ടീമിനെ കുറിച്ചാണ് എപ്പോഴും ഇമ്രാൻ സംസാരിക്കുക. അപ്പോൾ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഓൾസോ ആഫ്റ്റർ once you left, Akshay did score a very good score. He was hitting sixes all over. So അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ച് ഞാനത് കണ്ടില്ല, ഞാൻ അകത്ത് കുറച്ച് ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെല്ലാവരും അവിടെ സ്റ്റാൻഡിൽ നമ്മളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു തൃശ്ശൂർ ടൈറ്റൻസിനെ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ വെൻ യു വർ വാക്കിംഗ് ബാക്ക് ആഫ്റ്റർ യുവർ ഇന്നിങ്സ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ നമ്മളെല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷനിൽ നിൽക്കായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് യു സോ ദാറ്റ് ഓർ നോട്ട്, ബട്ട് ഡിഡ് യു സീ ദാറ്റ്? ഇന്നലത്തെ കളിയിൽ എനിക്ക് മാച്ച് അടിച്ച് ജയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു നോയ്സ് ഒന്നും കേട്ടില്ല. ഞാൻ പെട്ടെന്ന് എങ്ങനെയും അകത്ത് കയറണമെന്നുള്ളേ ഉള്ളായിരുന്നു. ഇന്നും അതുപോലെ തന്നെ അത് 100 അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ ഔട്ടായപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ തന്നെ പെട്ടെന്ന് അകത്തെത്തണമെന്നൊരു ചിന്തയുള്ളായിരുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നിതീഷ്, അക്ഷയുടെയും ഇമ്രാൻ്റെയും പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാൻ? തീർച്ചയായും, കാരണം ഇമ്രാൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കാരണം വളരെ മികച്ചൊരു സ്റ്റാർട്ടാണ് ഇമ്രാൻ തരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, വളരെ ഡിസേർവിങ് ആയിരുന്നു ആ ഒരു സെഞ്ചുറി. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് തുടക്കം മാത്രമാണ്. ഇമ്രാൻ വലിയ വലിയ ഇന്നിങ്സുകൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അക്ഷയിൻ്റെ ആ ഒരു ഇമ്രാന് ശേഷം അക്ഷയ് വന്നിട്ട് അക്ഷയിൽ നിന്ന് എന്താണോ നമ്മൾ ടീം എക്സ്പെക്ട് ചെയ്തത് അത് തന്നെയാണ് അക്ഷയ് അവിടെ ഡെലിവറി ചെയ്തത്. അപ്പോൾ തീർച്ചയായും കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി അക്ഷയ് വളരെ മികച്ച ഇന്നിങ്സുകൾ കളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അക്ഷയിൻ്റെ ഫസ്റ്റ് 50 ആണ് ഈ സീസണിൽ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് അക്ഷയ്ക്ക്. അപ്പോൾ തീർച്ചയായും വരുന്ന മാച്ചുകളിൽ എല്ലാത്തിനും നമ്മുടെ തൃശ്ശൂർ ടീമിന് വേണ്ടിയിട്ട് കിടിലം പെർഫോമൻസുകൾ നമ്മൾ രണ്ട് ചെക്കന്മാരെല്ലാവരും കാണിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. I hope that orange cap stays with you throughout the season. All the very best to both of you. Thank you so much. Thank you.